വയനാട്ടിൽ കർഷക സഹോദരങ്ങളുടെ കണ്ണീർപ്പാടമായി തണ്ണിമത്തൻ പാടം. വേനൽ വിപണി ലക്ഷ്യമിട്ട് കൃഷി ചെയ്ത ലക്ഷങ്ങൾ വില വരുന്ന തണ്ണിമത്തനാണ് ഒരാഴ്ചയായി പെയ്യുന്ന മഴയിൽ ചീഞ്ഞുപോയത്. കൃഷിയെ അത്രയധികം സ്നേഹിക്കുന്ന രണ്ട് യുവാക്കളുടെ അധ്വാനാണ് ഈ വെള്ളത്തിൽ കിടക്കുന്നത്. ഒന്നുകിൽ ആശാന്റെ നെഞ്ചത്ത്, അല്ലെങ്കിൽ കളരിക്ക് പുറത്ത്. ഇതാണ് വയനാട്ടിലെ കാലാവസ്ഥ കഴിഞ്ഞ കുറേ വർഷങ്ങളായി കർഷകരോട് ചെയ്യുന്നത്. മുട്ടിൽ പഞ്ചായത്തിൽ ദേശീയപാതയോരത്തെ 5 ഏക്കർ പാടം, മറ്റൊരിടത്ത് 7 ഏക്കർ. സഹോദരങ്ങളായ ജഷീദും ജംഷീറും ഒരുപാട് പ്രതീക്ഷകളോടെയാണ് തണ്ണിമത്തൻ കൃഷി ചെയ്തത്. കഴിഞ്ഞ വർഷത്തെ വിജയമായിരുന്നു കൃഷി വിപുലമാക്കാനുള്ള പ്രേരണ. കൃഷിവകുപ്പിന്റെ പൂർണ്ണ പിന്തുണയോടെ തുള്ളി നനയും കളകളെ തടയാൻ മൾച്ചിങ് ഷീറ്റുകളുമൊക്കെയായി ഹൈടെക് രീതിയിലായിരുന്നു കൃഷി. പക്ഷേ വയനാട്ടിൽ ഒരാഴ്ചയായി പെയ്യുന്ന വേനൽ മഴയിൽ ഇവരുടെ സ്വപ്നങ്ങൾ വെള്ളത്തിലായി. മഴ പെയ്തപ്പോൾ എല്ലാം ചീഞ്ഞു, വള്ളികളെല്ലാം ഓൾമോസ്റ്റ് ചീഞ്ഞു പോയി, കായ്കളെല്ലാം ഒന്നും എടുക്കാനില്ല. ഇപ്പോൾ ഏകദേശം ഞങ്ങൾക്ക് ഇപ്പോൾ വിളവെടുക്കേണ്ട ഒരു സമയമാണ്. ഞങ്ങളെ പ്രതീക്ഷയാണ് ഇപ്പോൾ ഈ സമയം. രാവിലെ മുതൽ വൈകുന്നേരം വരെ ആ വെയിലും കൊണ്ട് ആക്കിയെടുത്തിട്ട് ഞങ്ങൾക്ക് അതിൽ നിന്നൊരു കായ് പോലും, ആ ഒരു ദാഹം മാറ്റാനുള്ള ഒരു കായ് പോലും ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റിയില്ല എന്നുള്ള അത് വല്ലാത്തൊരു സങ്കടം തന്നെയാണ്. പൂർണ്ണമായും ജൈവ രീതിയിലായിരുന്നു കൃഷി. പ്രാദേശിക വിപണിയിൽ വിഷരഹിത തണ്ണിമത്തൻ ലഭ്യമാക്കുക എന്നതായിരുന്നു ലക്ഷ്യം. അന്യ സംസ്ഥാനത്തു നിന്ന് പല രീതിയിലും മാരകമായ കെമിക്കലെല്ലാം അടിച്ച് കയറ്റിയിട്ടുള്ള തണ്ണിമത്തൻ ഇവിടെ വ്യാപകമായിട്ട് വരുന്ന അടിസ്ഥാനത്തിൽ ഇവിടുത്തെ ജനങ്ങൾ തന്നെ ഞങ്ങളോട് നല്ല സഹകരണമായിരുന്നു. കാരണം അവർ ഇതിൻ്റെ മുൻകൂർ ബുക്കിംഗ് തന്നെ ഞങ്ങൾക്ക് ഒരുപാടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഇത്ര വേണം, ഇത്ര kg വേണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവരുടെ ആ ഒരു എന്താ പറയുക, ഇവിടുത്തെ വിപണനം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന് കണ്ടെത്തിയിട്ട് തന്നെ ഞങ്ങളിവിടെ ഈ ഒരു കൃഷി ആരംഭിച്ചത് തന്നെ. ദേശീയപാതയോരത്തെ കൃഷിയിടത്തിൽ മാത്രം 5 ലക്ഷം രൂപയാണ് ചെലവ് വന്നത്. തുടക്കത്തിൽ കൃഷിവകുപ്പിൽ നിന്ന് സഹായങ്ങളൊക്കെ കിട്ടിയെങ്കിലും ഇത്രയും ഭീമമായ നഷ്ടത്തിൽ നിന്ന് കരകയറാൻ ഇവർക്ക് സർക്കാരിന്റെ കൈത്താങ്ങ് കൂടിയേ തീരൂ. അപ്പോൾ ഇത് ഈ ചെയ്തിരിക്കുന്ന എല്ലാം ഞങ്ങൾ കുറേയൊക്കെ ലോണും കാര്യങ്ങളൊക്കെ എടുത്ത് കടം മേടിച്ചിട്ട്, സുഹൃത്തുക്കളുടെ അടുത്തു നിന്നൊക്കെ കടം മേടിച്ചിട്ടൊക്കെയാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ തികച്ചും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും ഞങ്ങൾക്ക് ഇതുപോലെ ഒരു സപ്പോർട്ട് ഇല്ലെങ്കിൽ ഞങ്ങളാകെ, ഇനിയും കൃഷിയാണ് ഞങ്ങളെ പാഷന്. അപ്പോൾ തുടർച്ചയായി ഇനിയും കൃഷി ചെയ്യണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹവും. അപ്പോൾ എന്തെങ്കിലും ഒരു സപ്പോർട്ടും കാര്യങ്ങളും ഇല്ലെങ്കിൽ ഇനി ഞങ്ങൾക്കൊരു മുന്നോട്ടായൊരു പ്രചോദനത്തിനും എല്ലാത്തിനും ബുദ്ധിമുട്ടാവും. ഷമീർ മച്ചിങ്ങലിനൊപ്പം കമൽ, മാതൃഭൂമി ന്യൂസ്, വയനാട്.